ഹായ് ഓൾ ഫെല്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമുക്കപ്പോൾ നമ്മുടെ മെറ്റസ്പ്ലോയിറ്റബിൾ ഹാക്കിംഗ് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ഇതുവരെ 3 വൾണറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്തു. ഫസ്റ്റ് നമ്മൾ FTP ഹാക്ക് ചെയ്തു, പിന്നെ നമ്മൾ ബൈൻഷെൽ എക്സ്പ്ലോയിറ്റ് ചെയ്തു സെക്യൂരിറ്റി മിസ്കോൺഫിഗറേഷൻ വൾണറബിലിറ്റി വഴി. അതേപോലെ തന്നെ നമ്മൾ ടെൽനെറ്റ് എക്സ്പ്ലോയിറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഏത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നോക്കാം. നമുക്കിവിടെ 2 പോർട്ട് കാണാം. സാമ്പ SMBD 3.x മുതൽ 4.x വരെ നമുക്ക് കാണാം. 2 പോർട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ആ ഒരു സർവീസ് റൺ ആവുന്നത് 139ഉം അതേപോലെ തന്നെ 445. നമ്മൾ എന്തുകൊണ്ട് ഇത് ചൂസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാക്കി എല്ലാ സർവീസിൻ്റെയും വേർഷൻ നമ്പർ കൃത്യമായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ കേസിൽ നമുക്ക് കാണാം സാമ്പ SMBD 3 സംതിങ് മുതൽ 4 സംതിങ് വരെയാണ് തന്നിരിക്കുന്നത്. അതായത് കറക്റ്റ് വേർഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിതൊരു എത്തിക്കൽ ഹാക്കർ എന്ന നിലയ്ക്ക് ഇതൊരു ചലഞ്ച് പോലെയാണ്. ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഇത് നമുക്ക് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല. ജസ്റ്റ് ഇത് ഗൂഗിളിലേക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന ലിങ്കിൽ തന്നെ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷേ അത് വേണ്ട, അത് ചീറ്റിംഗ് ആണ്. നമ്മളപ്പോൾ ഗൂഗിളിൻ്റെ സഹായം ഇല്ലാതെ തന്നെ നമ്മുടെ കാലിനെക്സിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ വെച്ചിട്ട്, ടൂളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ എക്സാക്റ്റ് വേർഷൻ കണ്ടുപിടിക്കണം. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് അതിനെ എക്സ്പ്ലോയിറ്റ് ഓൾസോ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ കേസിൽ നമുക്ക് നമ്മുടെ സെർച്ച് എക്സ്പ്ലോയിറ്റ് ടൂൾ തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എൻ്റെ എൻമാപ്പ് സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ ടെർമിനലിൽ മെറ്റസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് ഒരു ടെർമിനൽ സ്റ്റാർട്ട് ചെയ്യാം. അതിന് Ctrl+Shift+T ബട്ടൺ ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മുടെ സെർച്ച് എക്സ്പ്ലോയിറ്റ് ടൂൾ യൂസ് ചെയ്ത് സാമ്പ വേർഷന് അവൈലബിൾ ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റ് ഉണ്ടോ എന്ന് നോക്കാം. സെർച്ച് സ്പേസ് സാമ്പ എന്ന് കൊടുക്കാം. ഓക്കെ, കൊടുത്തപ്പോൾ നമുക്ക് ധാരാളം കിട്ടിയിട്ടുണ്ട്. അത് കാണാം. ഇതിൽ ഏതോ ഒന്നാണ്, ഏതോ അല്ല, ഈ 2.2 എല്ലാം നമുക്ക് ഒഴിവാക്കാം. നമുക്കറിയാം എൻമാപ്പ് സ്കാൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട് 3 സംതിങ് മുതൽ 4 സംതിങ് വരെയാണ് നമ്മുടെ വേർഷൻ എന്ന്. അപ്പോൾ ഈ 2 ഒന്നും അല്ല നമുക്ക് ഉറപ്പാക്കാം. അതേപോലെ തന്നെ ബട്ട് 3 തന്നെ നമുക്ക് ധാരാളം കിട്ടുന്നുണ്ട് അല്ലേ. നമുക്ക് കാണാം ധാരാളം വേർഷൻസ് അവൈലബിൾ ആണ്. 3 എന്നുള്ളത് 3.0.10 അങ്ങനെ ഇഷ്ടംപോലെ കാണാം. 2 കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒന്നെങ്കിൽ നമുക്ക് ഈ ഓരോ എക്സ്പ്ലോയിറ്റും ട്രൈ ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ എക്സാക്റ്റ് വേർഷൻ കണ്ടുപിടിച്ച് ചെയ്യണം. അപ്പോൾ ഓരോന്നും ട്രൈ ചെയ്യുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലല്ലേ, നല്ല ടൈം കൺസ്യൂമിങ്ങും ആണ്, വളരെ സമയം പോകുന്ന പരിപാടിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സാമ്പയുടെ എക്സാക്റ്റ് വേർഷൻ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഇതിലേതോ ഒന്നാണ് നമ്മുടെ എക്സ്പ്ലോയിറ്റ് എന്ന് ഉറപ്പാണ്. അപ്പോൾ അതിന് ചൂസ് ചെയ്താണ് ഒരു വഴി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മുടെ എൻമാപ്പ് ഹെൽപ്ലെസ് ആണ്. എൻമാപ്പിന് നമ്മുടെ കറക്റ്റ് വേർഷൻ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ കാലിനെക്സ് മെഷീനിൽ എൻമാപ്പ് മാത്രമല്ല സ്കാനർ, പകരം നമ്മുടെ മെറ്റസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് പഠിച്ചപ്പോൾ നമ്മളൊരു മൊഡ്യൂളെ പറ്റി പഠിച്ചിരുന്നു. ഓർക്കുന്നുണ്ടോ? ഓക്സിലറി എന്നാണ് മൊഡ്യൂളിൻ്റെ പേര്. എക്സ്പ്ലോയിറ്റും പേലോഡാണ് നമ്മൾ ഇതുവരെ മോസ്റ്റ്ലി യൂസ് ചെയ്തെങ്കിലും ഓക്സിലറി എന്നൊരു മൊഡ്യൂള് നമുക്ക് സ്കാനറായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സെർച്ച് കമാൻഡ് വഴി നല്ലൊരു സ്കാനർ അവൈലബിൾ ആണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സെർച്ച് സ്പേസ് നമ്മുടെ സർവീസ് എന്ന് പറയുന്നത് സാമ്പയാണ്. സാമ്പ കൊടുത്ത് നോക്കിയാൽ നമുക്ക് നോക്കാം സ്കാനേഴ്സ് വല്ലതും അവൈലബിൾ ആയിട്ടുണ്ടോ എന്ന്. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം കിട്ടുന്നുണ്ട്. എക്സ്പ്ലോയിറ്റ്സ് കിട്ടുന്നുണ്ട്. ഇതാ നമുക്ക് കാണാം, എക്സ്പ്ലോയിറ്റും കാര്യങ്ങളാണ് കൂടുതലും കിട്ടുന്നത്. നമുക്ക് നോക്കാം സ്കാനേഴ്സ് അവൈലബിൾ ഉണ്ടോ. എന്താ, നമുക്കൊരു സ്കാനർ കിട്ടിയിട്ടുണ്ട്, ഓക്സിലറി സ്കാനർ SMB യൂണിറ്റ് ക്രെഡൻഷ്യൽ. നമുക്ക് വേണ്ടത് അതല്ല, കാരണം നമ്മുടെ സർവീസ് പറഞ്ഞാൽ അതല്ല. വേറെ നോക്കാം. ഇതാ ഇവിടെ ഒരു ഓക്സിലറി കിട്ടുന്നുണ്ട്, സ്കാനർ അല്ല. നോക്കാം നമുക്ക് വേറെ എന്തൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതൊന്നും തന്നെ അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെയും അതില്ല. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് മാനുവലായിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഞാൻ ഈ സ്ക്രീൻ ക്ലിയർ ചെയ്യാണ്. നമുക്ക് യൂസ് കമാൻഡ് കൊടുത്തിട്ട് നമുക്ക് വേണ്ടത് ഓക്സിലറി ആണ്, നമുക്ക് വേണ്ടത് സ്കാനറാണ്. കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ പോർട്ട് എന്ന് പറയുന്നത് SMB. എന്നിട്ട് ടാബ് ബട്ടൺ ഡബിൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് SMB എന്ന വേർഷനിൽ അവൈലബിൾ ആയിരിക്കുന്ന സ്കാനേഴ്സ് എല്ലാം തന്നെ ലിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും സ്കാനേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് വേണ്ടത് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ഓരോന്നും അനലൈസ് ചെയ്ത് നോക്കാം. നമുക്ക് വേണ്ടത് വേർഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ വേർഷൻ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഉണ്ടോ നോക്കണം. നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് യൂസ് ഓക്സിലറി സ്കാനർ SMB/SMB വേർഷൻ. അപ്പോൾ ഈ സ്കാനർ എന്ന് പറയുന്നത് നമ്മുടെ സാമ്പ സർവീസിൻ്റെ വേർഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്കാനറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സർവീസിൻ്റെ എക്സാക്റ്റ് വേർഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന്. അപ്പോൾ നമുക്കിത് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് ഇത് ക്ലിയർ ചെയ്യാണ്. ജസ്റ്റ് സ്പേസ് ചെയ്തിട്ട് എൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് SMB ഈ വേർഷൻ സ്കാനറിൻ്റെ അകത്താണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ഒരു പർട്ടിക്കുലർ ഓക്സിലറി മൊഡ്യൂളിനെ കുറിച്ച്
കൂടുതൽ അറിയണം. അപ്പോൾ നമുക്കറിയാം അതിന് കൊടുക്കേണ്ട കമാൻഡ് ഷോ ഇൻഫോ ആണ്. നമുക്കൊന്ന് കൂടുതൽ അറിയാം എന്താണ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ, ഫിംഗർ പ്രിന്റ് ആൻഡ് ഡിസ്പ്ലേ വേർഷൻ ഇൻഫർമേഷൻ അബൌട്ട് SMB സെർവർ. ഓക്കെ, നമുക്ക് വേണ്ട കറക്റ്റ് സാധനം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്, കറക്റ്റ് സ്കാനർ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഫിംഗർ പ്രിന്റ് ചെയ്ത് അതിൻ്റെ വേർഷൻ ഇൻഫർമേഷൻ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് തരും ഈ ഓക്സിലറി മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക് ഓപ്ഷൻ കാണാൻ നമുക്കിവിടെ ആർ ഹോസ്റ്റ് കൊടുക്കണം. അത് നമുക്ക് അറിയാം, നമ്മുടെ മെറ്റസ്പ്ലോയിറ്റബിൾ IP അഡ്രസ് ആണ് കൊടുക്കേണ്ടത്. ത്രെഡ് എന്ന് പറയുന്നത് 1 ആണ്, അത് ഓക്കെ. അപ്പോൾ നമ്മുടെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഷോ ഓപ്ഷൻസ് കമാൻഡാണ് കൊടുക്കേണ്ടത്. ഷോ ഓപ്ഷൻസ് കമാൻഡ് കൊടുത്തിട്ട് ഓക്കെ, ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ആർ ഹോസ്റ്റ് മാത്രമാണ്. നമുക്കറിയാം അത് സെറ്റ് ചെയ്യാനുള്ള കമാൻഡ് എന്ന് പറയുന്നത് സെറ്റ് സ്പേസ് ആർ ഹോസ്റ്റ് സ്പേസ് നമ്മുടെ മെറ്റാസ്പ്ലോയിറ്റബിളിൻ്റെ IP അഡ്രസ്. അതായത് എൻ്റെ കേസിൽ 192.168.1.13. ഓക്കെ, ഞാനത് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ നോക്കാം സെറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്, കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഓക്കെയാണ്. ഇതാണ് നമ്മുടെ ടാർഗറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ട കമാൻഡ് എന്ന് പറയുന്നത് എക്സ്പ്ലോയിറ്റ് ആണ്. എക്സ്പ്ലോയിറ്റ് അല്ലെങ്കിൽ റൺ കമാൻഡ് യൂസ് ചെയ്യാം. ഞാൻ റൺ കമാൻഡ് യൂസ് ചെയ്യാണ്. റൺ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നോക്കാം. ഓക്കെ 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 നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാണാം 192.168.13 SMB ഡിറ്റക്ട് ആയിട്ടുണ്ട്. വേർഷൻ 1 പ്രിഫർ ഡയലക്ട് എന്ന് പറഞ്ഞത് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ സെക്കൻഡ് പോർട്ടിൽ നമുക്ക് കണ്ടത് 445 പോർട്ടാണ് അവർ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഹോസ്റ്റ് കുഡ് നോട്ട് ബി ഐഡന്റിഫൈഡ് ആണെന്ന് പറയുന്നെങ്കിലും നമുക്ക് കാണാം യൂണിക്സ് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് സാമ്പ 3.0.20 DBN. ഓക്കെ, സ്കാൻഡ് 1 ഓഫ് 1 ഹോസ്റ്റ് കംപ്ലീറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ചലഞ്ച് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ എൻമാപ്പിന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എങ്കിലും നമ്മൾ ഗൂഗിളിൻ്റെ ഒരു സഹായം ഇല്ലാതെ തന്നെ നമ്മുടെ കാലി ലിനക്സിൽ അവൈലബിൾ ആയിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ച് നമ്മുടെ സാംബയുടെ എക്സാക്റ്റ് വേർഷൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സാംബ സർവീസിൻ്റെ വേർഷൻ, സാംബ 3.0.20 DBN. നമ്മൾ അങ്ങനെ വേർഷൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇനി ഇതെങ്ങനെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ സാംബയുടെ എക്സാക്റ്റ് വേർഷൻ കിട്ടിയ സ്ഥിതിക്ക് നമുക്കിനിയും ധൈര്യമായിട്ട് സെർച്ച് എക്സ്പ്ലോയിറ്റ് ടൂൾ യൂസ് ചെയ്തിട്ട് എക്സാക്റ്റ് വേർഷൻ്റെ എക്സ്പ്ലോയിറ്റ് അവൈലബിൾ ആണോ ഇല്ലയോ നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് നേരത്തെ നോക്കിയപ്പോൾ നമുക്ക് ധാരാളം കിട്ടിയിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് സാംബ എന്ന് മാത്രമേ സെർച്ച് ചെയ്തുള്ളൂ. ഇപ്പോൾ നമുക്ക് എക്സാക്റ്റ് വേർഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഈ സെർച്ച് എക്സ്പ്ലോയിറ്റിൽ സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ സെർച്ച് എക്സ്പ്ലോയിറ്റ് നമ്മുടെ വേർഷൻ എന്ന് പറയുന്നത് ഞാൻ അവിടെ കോപ്പി ചെയ്യാണ്. ഓക്കെ, ഇവിടെ ബാക്ക്. ഓക്കെ, ഇതാണ് നമ്മുടെ വേർഷൻ എന്ന് പറയുന്നത് 3.0.20. ഇത്രയും മാത്രം കൊടുത്താൽ മതി. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കിട്ടിയിട്ടുണ്ട്? 1 2 3 4 4 കിട്ടിയിട്ടുണ്ട്. അതിൽ നമ്മുടെ എക്സാക്റ്റ് വേർഷൻ എന്ന് പറയുന്നത് 2 മാത്രമാണ്. 3.3.20 ആണ് നമ്മുടെ വേർഷൻ. മറ്റേതെല്ലാം 3.0.10 മുതലാണ്. അതിനോട് അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്കത് സെർച്ച് പോയിട്ട് ലിസ്റ്റ് ചെയ്ത് തന്നത്. നമുക്ക് ഓരോന്നും അനലൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഫോർമാറ്റ് സ്ട്രിംഗ് ഓർ സെക്യൂരിറ്റി ബൈപ്പാസ് വേണ്ടിയിട്ടുള്ളതാണ്. സെക്യൂരിറ്റി എന്തോ ബൈപ്പാസ് ചെയ്യാനുള്ളതാണ്. അത് റൺ ആവുന്നത് 3.0.10 വേർഷനും അതിന് അബോവായിട്ടുള്ള വേർഷനിലാണ്. ഓക്കെ, അതുള്ളത്. അതിൻ്റെ പാത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾസോ അതൊരു TXT ഫയലാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ളൊരു ഫയലാണ്. അപ്പോൾ ഒരു TXT ഫയലാണ്ട് തന്നെ അത് എക്സ്പ്ലോയിറ്റബിൾ ആയിരിക്കില്ല. ഓക്കെ, നമുക്കത് അവോയ്ഡ് ചെയ്യാം. അടുത്ത് നോക്കാം. അടുത്തത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ എക്സാക്റ്റ് വേർഷനാണ്. അതിലും 3.0.25 ഇടയിലുള്ള സാംബ വേർഷനാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. ഓൾസോ ഇറ്റ്സ് എ യൂസർ നെയിം മാപ്പ് സ്ക്രിപ്റ്റ് ആണത്. കമാൻഡ് എക്സിക്യൂഷൻ വൾണബിലിറ്റി, നമ്മൾ ഇതുവരെ ചെയ്തതുള്ള അതേ വൾണബിലിറ്റി തന്നെ, അതേ എക്സ്പ്ലോയിറ്റ് ആണ് നമ്മൾ ഇതുവരെ FTP ചെയ്തപ്പോഴും ചെയ്തത്, ബൈൻഷെല്ലിൽ എപ്പോഴും ചെയ്തത്. അതേ ഒരു എക്സിക്യൂഷൻ്റെ ഒരു എക്സ്പ്ലോയിറ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ ബ്രാക്കറ്റ് നോക്കുകയാണെങ്കിൽ അതൊരു മെറ്റസ്പ്ലോയിറ്റ് ഉണ്ട്. മെറ്റസ്പ്ലോയിറ്റ് ആണ് ഫുൾ വരുന്നത്. മെറ്റസ്പ്ലോയിറ്റിൻ്റെ അകത്ത് വരുന്ന ഒരു എക്സ്പ്ലോയിറ്റ് ആണെന്ന് ഓൾസോ തന്നിട്ടുണ്ട്. ഓൾസോ ഇറ്റ്സ് എ റൂബി ഫയൽ. അപ്പോൾ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാം. ബാക്കി നോക്കുകയാണെങ്കിൽ ഇത് റിമോട്ട് ഹീപ്പ് ഓവർഫ്ലോ ആണ്. അതൊരു TXT ഫയൽ ആയതുകൊണ്ട് തന്നെ നമുക്കത് എക്സ്പ്ലോയിറ്റബിൾ ഫയൽ അല്ല, അതും അവോയ്ഡ് ചെയ്യാം. പിന്നെ വരുന്നത് ഒരു DOS അറ്റാക്കിനുള്ള ഒരു പൈത്തൺ ഫയൽ ഓൾസോ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിപ്പോൾ ഇവിടെ കേസ് ആവശ്യമില്ല, കാരണം നമുക്ക് വേണ്ടത് ആക്സസ് ആണ്. ഓക്കെ, അപ്പോൾ പക്ഷേ ഒരു റിയൽ ടൈം പെൻ ടെസ്റ്റിംഗ് കേസ് ആണെങ്കിൽ നിങ്ങളുടെ റിപ്പോർട്ടിൽ തീർച്ചയായിട്ടും ഈ ഒരു എക്സ്പ്ലോയിറ്റ് വർക്ക് ആവുകയാണെങ്കിൽ അത് എടുത്ത് കാണിച്ചിരിക്കണം. ഈ കേസിൽ ഇപ്പോൾ നമുക്ക് വേണ്ടത് കമാൻഡ് എക്സിക്യൂഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതാണ് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ നമുക്കിപ്പോൾ പേര് കിട്ടി, ഏത് എക്സ്പ്ലോയിറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള എക്സാക്റ്റ് പേര് കിട്ടി. അപ്പോൾ ഇത് നമ്മൾ ഇനി മെറ്റസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്കിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് തിരിച്ച് MSF കൺസോളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഞാനൊന്ന് ക്ലിയർ ചെയ്യുകയാണ്, ഒന്നുകൂടെ ഒന്ന് സെർച്ച് ചെയ്യാണ്. സെർച്ച് സാംബ.
ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ യൂസർ നെയിം സ്ട്രിക്റ്റ് ആയിരുന്നു നമ്മുടേത്. അപ്പോൾ നമ്മൾ അത് കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം എവിടെയെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ടോ എന്ന്. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്കിവിടെ കാണാം. എന്താ എട്ടാമത്തെ എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്നത്? എക്സ്പ്ലോയിറ്റ് മൾട്ടി സാമ്പ യൂസർ മാപ്പ് സ്ക്രിപ്റ്റ് കമാൻഡ് എക്സിക്യൂഷൻ. ഓക്കെ, ഇത് തന്നെ ആയിരുന്നല്ലോ നമ്മുടേത്. അത് തന്നെയാണ് യൂസർ നെയിം മാപ്പ് സ്ക്രിപ്റ്റ് കമാൻഡ് എക്സിക്യൂഷൻ. ഇവിടെ അത് അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇതെന്ന് പറയുന്നത് എക്സലൻ്റ് ആണ്. സാമ്പ യൂസർ നെയിം എന്നുള്ളത് സൂം ഔട്ട് ചെയ്താൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിത് കോപ്പി ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. നമുക്ക് യൂസ് കമാൻഡ് യൂസ് ചെയ്തിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, നമ്മളിപ്പോൾ അതിനകത്താണ് നിൽക്കുന്നത്. യൂസ് എക്സ്പ്ലോയിറ്റ് മൾട്ടി സാമ്പ യൂസർ മാപ്പ് സ്ക്രിപ്റ്റിനകത്ത് പേലോഡ് ഡീഫോൾട്ട് ആയിട്ട് തന്നെ CMD യൂണിക്സ് റിവേഴ്സ് നെറ്റ്കാറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമുക്കറിയാം ഷോ ഇൻഫോ കമാൻഡ് കൊടുക്കാം. ഷോ ഇൻഫോ കമാൻഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ കാണാം. ദിസ് മൊഡ്യൂൾ എക്സ്പ്ലോയിറ്റ്സ് എ കമാൻഡ് എക്സിക്യൂഷൻ വൾണറബിലിറ്റി ഇൻ സാമ്പ വേർഷൻ 3.0.20. ഓക്കെ, നമ്മുടെ എക്സാക്ട് വേർഷൻ തന്നെ കമാൻഡ് എക്സിക്യൂഷൻ വൾണറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യും ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് കാര്യങ്ങൾ കിട്ടി. അപ്പോൾ നമുക്ക് വേണ്ട കറക്റ്റ് എക്സാക്ട് എക്സ്പ്ലോയിറ്റ് തന്നെയാണിത്. ഓക്കെ, നമുക്കിനി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അതിന് നമുക്ക് കൊടുക്കേണ്ടത് ഷോ ഓപ്ഷൻസ് കമാൻഡ് ആണ്. ഷോ ഓപ്ഷൻസ് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ആർ പോർട്ട് എന്ന് പറയുന്നത് 139 ആണ്. നമ്മുടെ എൻമാപ്പ് സ്കാൻ നോക്കുകയാണെങ്കിലും 139 തന്നെയാണ് സാമ്പ റൺ ആവുന്നത്. അപ്പോൾ അത് മാറ്റേണ്ട ആവശ്യമില്ല. നമുക്കിനി സെറ്റ് ചെയ്യേണ്ടത് ആർ ഹോസ്റ്റ് ആണ്. അതേപോലെ തന്നെ എൽ ഹോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കാലിനെക്സിൻ്റെ IP അഡ്രസ്സ്. ലിസണിങ് പോർട്ട് എന്ന് പറയുന്നത് 4444 ആണ്. ഓക്കെ, അപ്പോൾ എല്ലാം ഓക്കെ ആണ്. നമുക്കിനിയും ആർ ഹോസ്റ്റ് മാത്രം സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതോടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. സെറ്റ് ആർ ഹോസ്റ്റ്. നമ്മുടെ മെറ്റാസ്പ്ലോയിറ്റബിളിൻ്റെ IP അഡ്രസ്സ് 192.168.1.13 ആണ്. ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ചെയ്യാണ്. ഒന്നുകൂടെ ഷോ ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ആയിട്ടുണ്ടോ നോക്കാം. ഓക്കെ, നമ്മുടെ ആർ ഹോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ആർ പോർട്ട് ഓക്കെയാണ്. എൽ ഹോസ്റ്റ് എൽ പോർട്ട് എല്ലാം തന്നെ ഓക്കെയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരേ ഒരു കമാൻഡാണ് എക്സ്പ്ലോയിറ്റ്. കൊടുത്ത് നോക്കാം. ഓക്കെ, സ്റ്റാർട്ടഡ് റിവേഴ്സ് TCP ഹാൻഡ്ലർ ഓൺ ആ പർട്ടിക്കുലർ പോർട്ടിൽ സ്റ്റാർട്ട് ആയിട്ടുണ്ടെന്ന് പറയുന്നത് നമുക്ക് നോക്കാം. കമാൻഡ് ഷെൽ സെഷൻ 1 ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് കൊടുത്തു നോക്കാം ഇനി കമാൻഡ്സ് ഒക്കെ എക്സിക്യൂട്ട് ആവുന്നുണ്ടോ എന്ന്. ഹുവാമെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇതാ കിട്ടി റൂട്ട്. നമുക്ക് നേരെ മെറ്റാസ്പ്ലോയിറ്റബിളിൻ്റെ അതിലേക്ക് ആക്സസ് കിട്ടിയിരിക്കുകയാണ്. സാമ്പ അതിൻ്റെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്ത് നമുക്ക് ആക്സസ് കിട്ടിയിരിക്കുകയാണ്. LS കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കിട്ടും. IF കോൺഫിഗ് കൊടുത്തു കഴിഞ്ഞാൽ അതും എല്ലാം കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് സാമ്പ സർവീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് നമ്മളവിടെ കമാൻഡ് എക്സിക്യൂഷൻ വൾണറബിലിറ്റി ആണിത്. അത് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്ത് നമ്മുടെ കമാൻഡും കാര്യങ്ങളും മെറ്റാസ്പ്ലോയിറ്റബിൾ മെഷീനിൽ റൺ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കണ്ടത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എനിക്കറിയാം. ഞാൻ ഒന്നുകൂടെ ഒന്ന് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം എൻമാപ്പ് സ്ക്രിപ്റ്റ് സ്കാൻ ചെയ്ത് വേർഷനും കാര്യങ്ങളും കണ്ടുപിടിച്ചു. അതിൽ സാമ്പ വേർഷൻ്റെ എക്സാക്ട് വേർഷൻ അവൈലബിൾ അല്ല എന്ന് മനസ്സിലായി. എൻമാപ്പിനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അപ്പോൾ നമ്മൾ സെർച്ച് എക്സ്പ്ലോയിറ്റിൽ പോയിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കി. അവിടെ നമ്മൾ ഹെൽപ്ലെസ് ആയി, ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പിന്നെ നമ്മൾ MSF കൺസോളിലേക്ക് വന്നിട്ട് സാമ്പ സെർച്ച് ചെയ്തു. എന്നിട്ട് നമ്മൾ എൻമാപ്പിന് പകരം ഓക്സിലറി മൊഡ്യൂളിലെ സ്കാനർ യൂസ് ചെയ്തിട്ട് SMB വേർഷൻ കണ്ടുപിടിക്കുന്ന ഒരു സ്കാനർ യൂസ് ചെയ്തു. അങ്ങനെ നമ്മൾ നമ്മുടെ സാമ്പ സർവീസിൻ്റെ എക്സാക്ട് വേർഷൻ കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ സെർച്ച് എക്സ്പ്ലോയിറ്റിൽ പോയിട്ട് അതിന് അവൈലബിൾ ആയിട്ടിരിക്കുന്ന എക്സ്പ്ലോയിറ്റ് തപ്പിയെടുത്തു. എന്നിട്ട് അത് നമ്മൾ സെർച്ച് ചെയ്ത് വീണ്ടും MSF കൺസോളിൽ സെർച്ച് ചെയ്തിട്ട് അത് നമ്മൾ എടുത്തിട്ട് അതാണ് നമ്മൾ എക്സ്പ്ലോയിറ്റ് ആയിട്ട് യൂസ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ആർ ഹോസ്റ്റും ആർ പോർട്ടും എല്ലാം സെറ്റ് ചെയ്തിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് കമാൻഡ് എക്സിക്യൂഷൻ വൾണറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ആയി. അങ്ങനെ നമുക്ക് ആക്സസ് കിട്ടി. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.